ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നലെ എനിക്ക് നൈറ്റ് ഓഫ് ആയിരുന്നേ. കുറേ നാൾക്ക് ശേഷമാണ് ഞാനും മക്കളും ഇന്നലെ പുറത്തോട്ടെല്ലാം ഒന്ന് ഇറങ്ങുന്നത്. ദൂരെ എവിടെയൊക്കെ അല്ല കേട്ടോ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നടക്കാനാണെങ്കിൽ ഒരു 5 മിനിറ്റ് ദൂരം മാത്രമുള്ള പുലൂപ്പിക്കടവ് പാർക്കിലാണേ പോയത്. എന്താണെന്നറിയില്ല, കുറേ ദിവസമായി വല്ലാത്തൊരു മൂഡ് ഓഫ്, പെട്ടെന്ന് ദേഷ്യം വരുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരാ പറഞ്ഞത്, നീ വീട് ജോലി വീട് എന്നിങ്ങനെ ചിന്തിക്കാണ്ട് ഒന്ന് കുട്ടികളൊക്കെ കൂട്ടി പുറത്തോട്ടൊന്ന് ഇറങ്ങുക. ഇന്നലെ രാവിലെ ഞാൻ വന്നപ്പോൾ തന്നെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വൈകുന്നേരം ഒന്ന് കറങ്ങാനെല്ലാം പോവാന്ന്. അപ്പോൾ അവർക്കത് കേൾക്കേണ്ട താമസമേ ഉള്ളൂ കേട്ടോ. എന്നെ അങ്ങനെ കിട്ടുന്നില്ലല്ലോ, വല്ലപ്പോഴും ഇങ്ങനെ ഒരു ദിവസം മുഴുവനായിട്ടും എന്നെ അങ്ങനെ കിട്ടുന്നുള്ളൂ. വൈകുന്നേരം ഒരു 5 മണി സമയത്താണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ ഇന്നലെ ലീവുള്ള ദിവസമല്ലേ, അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. വണ്ടിയും ബഹളവും ഒക്കെ ആയിട്ട്. അപ്പോൾ നല്ല ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഒച്ചപ്പാടൊന്നും ഇല്ലാണ്ട് കുറേ സമയം അവിടുത്തെ കാറ്റും കൊണ്ട് ആകാശം നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ്. എന്ത് രസാ പറയാ, ആകാശം കാണാൻ അടിപൊളി, നല്ല രസമുണ്ട്. വേറെ കാണാവാ, നോക്കി ഓ ഇത് ഭാഗം കളിക്കാനും വെള്ളം. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമില്ലേ, ഈ പുഴ, ഇവിടെയൊക്കെ നമ്മൾ കക്ക വാരാനും ചെമ്മീൻ തപ്പാനെല്ലാം മുന്നേ വന്നതാണ് കേട്ടോ. ഇപ്പം അങ്ങനെ കുറേ ആയി ആരും പുഴയിലൊന്നും പോക്കില്ല. കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കക്ക വാരുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതന്നെ ഒരു 3 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പുഴയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയത്. ഇപ്പം എല്ലാവരും ബിസിയല്ലേ, എല്ലാവരും ജോലിക്ക് പോകുന്ന അവരവരെ കാര്യം നോക്കുന്നത്, അത്രയേ ഉള്ളൂ. ഇപ്പം ആരും പുറത്തോട്ടേക്കൊന്നും അങ്ങനെ ഇറങ്ങുന്നതന്നെ ഇല്ലയെന്ന് പറയാം. അപ്പോൾ ഇവിടെയെല്ലാം മുന്നേ ആണെങ്കിൽ കുറേ വലക്കാരൊക്കെ തോണി വെക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. രാവിലെ എല്ലാം ആകുമ്പോൾ ഒരു കവറും എടുത്ത് ഒരു 100-50 രൂപയൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് മീൻ വാങ്ങിച്ചിട്ട് വരുത്തുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ശരി ഉണ്ട്, പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ വലക്കാരൊക്കെ തോണി വെക്കുന്ന സ്ഥലം. പിന്നെ ഞണ്ടിറങ്ങുന്ന ഒരു സമയമുണ്ട് കേട്ടോ. അത് പുഴയിൽ ഇറങ്ങാൻ പറ്റില്ല. പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കടി കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ റിങ് ഇടും. റിങ്ങിൽ വല കെട്ടിയിട്ട് മത്തിത്തലയോ അല്ലെങ്കിൽ എന്തെങ്കിലും മീനിൻ്റെ തലയോ ഈ കോഴിത്തല അങ്ങനെ എന്തെങ്കിലും കെട്ടി വെച്ച് പുഴയിൽ ഒരു 5-15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 2-3 ഞണ്ടൊക്കെ ആ ഒരു ട്രിപ്പിൽ കിട്ടലുണ്ടായിരുന്നു കേട്ടോ. ഈ ഇതാ വാങ്ങിയ ചോദിച്ചു കാണിച്ച കുടിച്ചിട്ടില്ല സാധാ കുറച്ച് ദൂരോട്ട്. ഇതാണ് ഗൈസ് ചവച്ചോ ചവച്ചോ. അപ്പോൾ 6:30 മണിയായി, സന്ധ്യയായി. അവിടെ നിന്ന് തന്നെ ശ്രീകുട്ടൻ എൻ്റെ ചെരുപ്പൊക്കെ ചവിട്ടി പൊട്ടിച്ചു ഗൈസ്. എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇത് പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു തട്ടുകട ആണ്. അവിടുന്ന് കുറച്ച് ചായൻ്റെ കടിയൊക്കെ വാങ്ങിയിട്ട് നമ്മളെ വീട്ടിലേക്ക് പോയി കേട്ടോ. വീടിതാ ഒരു കുന്ന് കയറ്റം, അത്രയേ ഉള്ളൂ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.